കാളി എന്ന് പറയുന്നത് അമ്മ ഭാവമാണ് യഥാർത്ഥത്തിലുള്ളത്. അപ്പം ജ്ഞാനത്തിൻ്റെ ദേവതയാണ് നീലിയൊക്കെ വരുന്നത്. മറ്റ് മതവിശ്വാസങ്ങളൊക്കെ പോലെ എവിടെ ഇരിക്കുന്ന ദൈവം ഇവിടെ ഇരിക്കുന്ന ഭക്തൻ എന്നുള്ള കാഴ്ചപ്പാടല്ല. ആ മാതൃഭാവമാണ് അമ്മ വരുന്നത്. അല്ലാണ്ട് നമ്മളെ ഭയപ്പെടുത്താനല്ല. അമ്മയുടെ മക്കളെ ആരാണോ അവതരിക്കണേ അവരുടെ അടുത്തേക്ക് വരികയാണ് ഭക്തനെ സംബന്ധിച്ച അമ്മ. ഞാൻ തന്നെ ഇപ്പം അങ്ങ് എൻ്റെ പേര് ചണ്ടാള ബാബാണ്. കേൾക്കുമ്പോൾ ആളുകൾക്ക് തോന്നുന്നത് എന്താ തോന്നുന്നു. പക്ഷെ മറിച്ച് ചണ്ടാളിനുണ്ടാകുക ശ്മശാനത്തിലാണ്. ശിരസ് എപ്പോഴും അഹങ്കാരത്തിൻ്റെ പ്രതീകമാണ്. അഹങ്കാരം നമ്മൾ ഞാൻ ആരാന്നുള്ളൊരു ഭാവമാണ്. കൗളം എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ടതില്ല. കൗളം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രണയമാണ് കൗളം. അതുകൊണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ആരാധന രഹസ്യമായി ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർ എന്തോ നിഗൂഢതയുണ്ട്. നിങ്ങൾക്ക് കാളിയെ പുറത്തുനിന്ന് കാണുമ്പോൾ ഭീകരമായി തോന്നും, എന്താ ഇങ്ങനെ തോന്നും. പക്ഷെ അമ്മയുടെ അടുത്തേക്ക് വരൂ. അമ്മയോളം സുന്ദരി ഈ ലോകത്ത് വേറെ ആരുമില്ല. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിൻ്റെ വഴികളിലേക്ക് വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിൻ്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ആചാര്യനായ ശ്രീ ചണ്ടാള ബാബയാണുള്ളത്. ബാബാജി നമസ്കാരം. നമസ്തേ. നമസ്തേ. ആദിമകാലങ്ങളിൽ ഗോത്രങ്ങളുടെയും പിന്നീട് ശാക്തേയരുടെയും അതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഹൈന്ദവരുടെയും ആരാധനാമൂർത്തിയായി തീർന്ന ഒരു ദേവതയാണ് ഭദ്രകാളി. ഈ ഭദ്രകാളിക്ക് പല സ്വരൂപങ്ങളുണ്ട്. ഈ സ്വരൂപങ്ങളുടെയൊക്കെ ഒരു അർത്ഥം അല്ലെങ്കിൽ അർത്ഥതലങ്ങൾ അതൊക്കെ എന്തൊക്കെയാണ്? ഓക്കെ. എന്തായാലും വലിയ നല്ലൊരു ചോദ്യമാണ് നമ്മൾ ചോദിച്ചത്. കാളി എന്ന് പറയുന്നത് അമ്മ ഭാവമാണ് യഥാർത്ഥത്തിലുള്ളത്. ഒരു അമ്മയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയല്ല. ഇപ്പോൾ ഒരു കാളി ഭക്തനെ സംബന്ധിച്ചിട്ട് കാളിയാണ് ആരംഭത്തിലുള്ളത്. കാളിയിൽ നിന്നാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ജനിക്കുന്നത്. ഈ ലോകത്തുള്ള എല്ലാം ജനിക്കുന്നത് കാളിയിൽ നിന്നാണ്. ഏതെങ്കിലും ശിവൻ വിഷ്ണു കൊണ്ട് ഒതുക്കുന്നില്ല. പ്രപഞ്ചത്തിലുള്ള എല്ലാ സങ്കല്പങ്ങളും എല്ലാ ചരാചരങ്ങളും ഉണ്ടാകും കാളിയിൽ നിന്ന്. ഇതിൽ അമ്മഭാവമുണ്ട്. എന്നാൽ ശൈവന്മാരെ സംബന്ധിച്ചിട്ട് നേരെ ശിവപുത്രിയായ ശിവൻ്റെ തൃക്കണ്ണിൽ നിന്ന് വരുന്ന സങ്കല്പമുണ്ട്, ജടയിൽ നിന്ന് വരുന്ന സങ്കല്പമുണ്ട്, ഇങ്ങനെയൊക്കെ. അപ്പം ഭഗവാനിൽ നിന്നുണ്ടാകുന്ന കാളിയുണ്ട്. അപ്പം അങ്ങനെ തന്നെ പുരാണാന്തർഗതമായിട്ട് തന്നെ ഇങ്ങനെ കാളി നിൽക്കുന്നു. ഇതല്ലാണ്ട് ചോദ്യത്തിൽ തന്നെ പറഞ്ഞത് ഗോത്രങ്ങളിലൂടെ ആദിഗോത്ര സംവിധാനങ്ങളിലൂടെ കടന്നു വരുന്ന ദേവീ സങ്കല്പത്തെക്കുറിച്ച് തീർച്ചയായിട്ടും അതിനാണ് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത്. ലോകത്തുള്ള എല്ലാ ദൈവസങ്കല്പങ്ങളും ആദിയിൽ ഉടലെടുക്കുന്നത് ഗോത്രവിധാനത്തിലത്തെ ട്രഡീഷൻ, നമ്മൾ ഇന്നത്തെ ഭാഷയെ പറഞ്ഞ ട്രൈബ്സുമായിട്ടുള്ള രീതിയിലുള്ള ആദി സമൂഹങ്ങളുടെ ഇടയിലാണ്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ കേരളത്തേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ കൊട്രവൈ സങ്കല്പം. ഇപ്പോൾ സംഘകാല കൃതികളിലൊക്കെ പാലൈ പ്രദേശത്ത് ഊർവര ഈ എന്താ പറയുക കുറച്ചൊക്കെ അറ്റി വരേണ്ട ഭൂമി പോലുള്ള പ്രദേശമാണ്. ഇങ്ങനത്തെ പ്രദേശങ്ങളിലൊക്കെ ആരാധിക്കപ്പെട്ടിരുന്ന ദേവി കൊട്രവൈ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കൊട്രവൈ തന്നെ നമുക്ക് പിന്നീട് മലയോരങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് മലമേഖലയിൽ നോക്കുമ്പോൾ നീലിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ദശമഹാവിദ്യകൾ, തന്ത്രത്തിൽ ദശമഹാവിദ്യകൾ, ദശമകാളി, താര, ചിന്നമസ്ത, ധൂമാവതി, ബഹള, മുതിമാകൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല വരെ അതിൽ കേരളത്തെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ടിട്ട് ഈ പറയുന്ന താര, കാളി, ഭുവനേശ്വരി ഇങ്ങനെ 3 ഭാവത്തിലാണ് ഏറ്റവും കൂടുതൽ ആചരിക്കപ്പെടുന്നത്. ഈ താര എന്ന് പറയുന്ന ദേവി സങ്കല്പം ബുദ്ധിസവുമായിട്ട് ബന്ധമുള്ളതല്ലേ? അവിടെ അതിലേക്ക് വരാം. അപ്പം അവിടെയാണ് ഈ ഇപ്പം താര എന്ന് പറയുമ്പോൾ നേരിട്ട് താരയെ നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റില്ല. അത് ഉത്തരേന്ത്യയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ താരയെ കാണുന്നത്. താരാസാധകർ ഈ അഘോര സിസ്റ്റമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് താരനെ കാണാൻ പറ്റും. അവിടെ കറുപ്പെടുത്ത ആൾക്കാരൊക്കെ. ഇവിടെ കറുപ്പെടുത്തത് കാണുന്നെങ്കിൽ ശബരിമല കാലത്താണ്. ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും അപ്പുപ്പൻകാവിലൊക്കെ പോകണം, മലനടകളിൽ പോകണം. അപ്പം ഇവിടെ ഈ മലവാരം അല്ലെങ്കിൽ മലദൈവ സങ്കല്പത്തിൽ നീലി വരുന്ന നേരത്തെ നീലിയാണ് പിന്നീട് താരയാകുക. താര എന്തായാലും നീലിയാവാൻ വകയില്ല. ആദിമതയിൽ നിന്ന് വേണം മറ്റൊരു അവസ്ഥയിലേക്ക് മാറുക. അപ്പം തരണം ചെയ്യുന്ന താര എന്ന് പറയുമ്പോൾ താര നീലവർണ്ണയായ, ഇവിടെ സ്വരൂപത്തെക്കുറിച്ചിട്ടാണ് എലിസബത്ത് ചോദിക്കുന്നത്. അപ്പോൾ നീലവർണ്ണമായ താര, ആ നീലവർണ്ണമായ നീല കാളിയുടെ സ്വതവേ എല്ലാ കാളീഭാവം എടുത്താലും നീലവർണ്ണമാണ്. നീലവർണ്ണം എന്ന് പറയുന്നതിന് വ്യാപനത്തെ കുറിക്കുന്നതാണ് നീലവർണ്ണം. വിഷ്ണുവിൻ്റെ വർണ്ണം നീലയാണ്. അപ്പം വ്യാപനം എന്നുള്ളത് ആകാശത്തിൻ്റെ വ്യാപനത്തിൻ്റെ നീലവർണ്ണം പോലെ വ്യാപിച്ചതാണ് നീല. ആ വ്യാപിച്ചതാണ് ജ്ഞാനമാണ് വ്യാപിക്കേണ്ടത്, യഥാർത്ഥ ജ്ഞാനം. അപ്പം ജ്ഞാനസ്വരൂപത്തെ കാണിക്കാനാണ് നീലവർണ്ണം. അപ്പം താരക്കായാലും നീലിക്കായാലും കാളിക്കായാലും ഒക്കെ നീലവർണ്ണം. അപ്പം ജ്ഞാനത്തിൻ്റെ ദേവതയാണ് നീലിയൊക്കെ വരുന്നത്. ഈ നീലിയാണ് ഇപ്പം നമ്മൾ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് ഈ നീലി തന്നെയാണ് താരയായിട്ടും അവലോകതീശ്വരനോട് ബന്ധപ്പെട്ട് വരുന്ന വജ്രയാന ബുദ്ധിസം. വജ്രയാന ബുദ്ധിസത്തിലാണ് ദേവതകളൊക്കെ വരുന്നത്, ഇത്തരത്തിൽ ദേവതാ വിന്യാസം വരുന്നത്. മറ്റേത് എന്താ വെച്ചാൽ
ധ്യാനമാർഗം മാത്രമാണ്. ബുദ്ധിസത്തിലും പല അതന്നെ. അപ്പം വെച്ചാൽ ഒരു ആ ഒരു സമ്പ്രദായത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെയും ഓരോന്നിനും ഇപ്പം ധനത്തിൻ്റെ ദേവതയായാലും ശരി, വിദ്യയുടെ ദേവതയായാലും അറിവിൻ്റെ ഉണ്ടായിരിക്കാം, അതിന് കർമ്മത്തിൻ്റെ ഉണ്ടായിരിക്കാം, ആയുർവേദത്തിൻ്റെ ഉണ്ട്, ഓരോന്നിനും ദേവതാഭാവങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആദിതന്ത്രത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യമായി ഇന്ന് സങ്കല്പിക്കുന്ന ഒരു ദൈവഭാവത്തിലല്ല. നമ്മളുടെ കർമ്മത്തെയും ധർമ്മത്തെയും ജ്ഞാനത്തെയും എല്ലാം തന്നെ ദൈവമായി കാണുന്ന പദ്ധതിയാണ് സത്യത്തിൽ ഈ അവസാനം പറഞ്ഞ ഹൈന്ദവം എന്ന വാക്കോടുകൂടി എടുത്തു കഴിഞ്ഞാൽ. ഇന്നലകളിൽ ഹൈന്ദവം എന്ന വാക്കില്ല എന്നേ ഉള്ളൂ. ഈ സംസ്കൃതി എല്ലാ കാലത്തും ഉണ്ട്. അത് നാശമില്ലാത്ത സംസ്കൃതി ആവുന്നതുകൊണ്ട് അതിനെ സനാതനം എന്ന് പറയാം. സനാതന വൈദികം നടത്തത്തിൽ മാത്രമല്ല നമ്മൾ പറഞ്ഞത്, ചതുർവർണ്ണ സിദ്ധാന്തത്തോടു കൂടി വർണ്ണബാഹ്യരായിരിക്കുന്ന ആളുകളും എല്ലാം കൂടി വിശാലമായൊരു വീക്ഷണമുള്ള മഹത്തരമാർന്ന എല്ലാവരെയും സ്വീകരിച്ച് എല്ലാവരും നിലനിൽക്കുന്ന ഒരു പദ്ധതിയാണ് സനാതനം. അത് ആളുകൾ സ്വീകരിച്ചു പോകുന്നുണ്ട്. ധർമ്മം, സനാതന ധർമ്മം എന്ന് പറയാം. അപ്പം അവിടെയാണ് അവനവൻ്റെ തൊഴിലിനെ തന്നെ ഉപാസിക്കുമ്പോൾ അതിനൊരു ദേവതാഭാവം, അറിവിനെ ഉപാസിക്കുമ്പോൾ അതിന് ദേവതാഭാവം. അല്ലാണ്ട് ചില മറ്റ് മതവിശ്വാസങ്ങളൊക്കെ പോലെ എവിടെ ഇരിക്കുന്ന ദൈവം ഇവിടെ ഇരിക്കുന്ന ഭക്തൻ എന്നുള്ള കാഴ്ചപ്പാടല്ല. അവനവൻ്റെ കൂടെയുള്ളതൊക്കെ ദൈവമായി കാണും. അച്ഛനും അമ്മയെ പോലും ദൈവമായിട്ട് കാണും, സഹോദരങ്ങളെ കാണും, മകളെ കാണും, ഇങ്ങനത്തെ സങ്കല്പം. അവിടെയാണ് ഭഗവാൻ പരമേശ്വരൻ്റെ മകളാകുന്നതും കാളിയാണ് ഇതും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഗോത്രവിശ്വാസങ്ങളിലെ കാളി, ഗോത്രവിശ്വാസങ്ങളിലെ നീലി പിന്നീട് കൊട്ടവൈയാകുന്നു. പിന്നെ അതുപോലെ തന്നെ കൊട്ടവൈ പിന്നീട് ആ കൊട്ടവൈ സങ്കല്പം നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന എറണാകുളത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ തൊട്ടടുത്ത് കൊടുങ്ങല്ലൂർ, ലോകാംബ ഇരിക്കുന്ന കൊടുങ്ങല്ലൂർ തന്നെ പല ഭാവത്തിലും പല ചിന്തകൾ കടന്നു വരുന്നുണ്ട്. ഒന്ന് കണ്ണകിയുമായി ബന്ധപ്പെട്ടതാണ്, മറ്റൊന്ന് കാളി തന്നെയാണ്. അല്ലാണ്ട് ലളിതാ പരമേശ്വരിയായിട്ട് കാണുന്ന ആളുകളുണ്ട് പല ഭാവത്തിൽ. എന്നാൽ ഈ നീലിയായിട്ടും കൊട്ടവയായിട്ടും കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ചെറുമ എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട് ഹിന്ദു സമൂഹത്തിൽ. ഇവരെന്ന് വെച്ചാൽ പാലക്കാട് പ്രദേശത്ത് ഏറ്റവും കൂടുതലാണ്. ഇപ്പോൾ ജനസംഖ്യയിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു സമൂഹം ഇന്നിപ്പോൾ ഷെഡ്യൂൾ കാസ്റ്റിലൊക്കെ വരുന്ന സമൂഹം ഒരു പാലക്കാട് പ്രദേശത്ത് കുറച്ച് കൂടുതലുള്ള ജനസംഖ്യയുള്ള ആളാണ്. അപ്പോൾ ഇവരെന്ന് വെച്ചാൽ ഒരു കാലത്ത് ഈ ചെറുമ എന്ന് പറയുന്ന സമയത്ത് അവർ ചരിത്രപരമായിട്ട് ഈ നാടിൻ്റെ ഒരു പ്രത്യേകിച്ച് ഈ മലബാർ പ്രദേശം കൈയടക്കിയിരുന്ന ആ സമൂഹമായിട്ടാണ് പറയുക. അപ്പോൾ അവരെന്താ വെച്ചാൽ അവരുമായി ബന്ധപ്പെട്ട് ഇവിടെ യുദ്ധദേവതയായിട്ട് കൊട്ടവൈ കടന്നു വരുന്നുണ്ട്. അപ്പോൾ പിന്നീട് രണ്ടാം ചേരവംശമൊക്കെ വരുമ്പോൾ ചേരവംശം വന്നു വെച്ചാലും മറ്റത് പല രീതിയിലാണ് മാറി. ഇവരെന്നെ ചേരവംശം നമ്മൾ പറയുന്നില്ല. എന്നിരുന്നാൽ പോലും അത് കൊടുങ്ങല്ലൂരേക്ക് വ്യാപിക്കുന്നുണ്ട്. ഇതേപോലെ നീലി സമ്പ്രദായം വരുന്നുണ്ട്. അപ്പോൾ ശൈവ കൺസെപ്റ്റിലാണ് ശിവനും കാളി അവിടെ ഇരിക്കുന്നത്. ഒരു മലദൈവ സങ്കല്പത്തിൽ നീലിയും ചാത്തനുമാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെയാണ് കണ്ണകി ഭാവം, നേരത്തെ പറഞ്ഞ ത്രിപുരാഭാവം ഒക്കെ വരുന്ന അവിടെയാണ്. അപ്പോൾ അതിൽ തന്നെ ദേവീ വ്യത്യാസങ്ങൾ പലതാണ്, ആചാര വ്യത്യാസങ്ങളും. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞ ആദ്യ സമ്പ്രദായം ഒരു മലദൈവ സങ്കല്പങ്ങളോ അല്ലെങ്കിൽ ഊർവര ദേവതകൾ കൃഷിയുമായി ബന്ധപ്പെട്ടൊരു സങ്കല്പമായിരുന്നെങ്കിൽ പിന്നീട് നമ്മളതെന്ന് വെച്ചാൽ ഒരു ദൈവീകമായിട്ടുള്ളൊരു കൺസെപ്റ്റിലേക്ക് പിന്നെ കൂടുതൽ വരികയാണ്. അവിടെയാണ് പുരാണാന്തർഗതമായിരിക്കുന്ന ആസുരിക ശക്തികളുള്ള യുദ്ധങ്ങളും മറ്റുള്ളതൊക്കെ കടന്നു വരുന്നത്. അത് വിശ്വാസിയെ സംബന്ധിച്ചിട്ട് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ളത് എടുക്കാം. സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്നതാണ് ഈ പുരാണത്തിൽ പറയുന്ന ഏറ്റവും അങ്ങനെ ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. അല്ലാണ്ട് ബാഹ്യമായിട്ട് എന്തോ ദ്രാവിഡനോ ആര്യനും തമ്മിലുള്ള കലഹം അതൊന്നും അല്ല, അതല്ല വേണ്ടത്. അങ്ങനെ ചിന്തിച്ചു പോകുകയല്ല വേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള ആസുരിക ശക്തികളോട് പോരാടുമ്പോൾ ദേവി നമ്മളെ രക്ഷിക്കും എന്നുള്ള ഭാവമാണ്. അപ്പോൾ അവിടെയാണ് ഈ കൺസെപ്റ്റിലൊക്കെ വന്ന്. അപ്പോൾ ആദ്യ സമ്പ്രദായം. പിന്നീടാണ് ശാക്തേയം എന്ന് പറയുന്നത് വെച്ചാൽ ഒരു മതസംവിധാനമാണ്. ശക്തി ഉപാസനയുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും ചേർത്തിട്ടാണ് ശാക്തേയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഷഡ്മതങ്ങളൊക്കെ ചേരുന്ന സമയത്ത് ശാക്തേയം വരുന്നത്. ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ ഹിന്ദു എന്ന് പറയുന്നത് റിലീജിയസ് ഡിനോമിനേഷൻസ് എന്നാണ് ഭരണഘടന പറയുന്നത്. അപ്പോൾ ഡിനോമിനേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൈവ, ശാക്തേയ, അല്ലെങ്കിൽ വൈഷ്ണവ, ഗാണപത്യ, കൗമാര, സൗര അങ്ങനെ കൊണ്ട് പോകുന്നതാണ്. വേദാന്ത പാരമ്പര്യമൊക്കെ ആയിട്ട് ഒത്തിരി ഇവിടെ ഉണ്ടായിരുന്ന സാങ്കേതിക ദർശനങ്ങളൊക്കെ ചേർന്നിട്ടുള്ള തന്നെയാണ്. അപ്പോൾ അതിലുള്ള ശാക്തേയം എന്ന് പറയുന്നത് ദശമഹാവിദ്യകൾ എന്ന് പറയുന്ന കാളി, താര, ചിന്നമസ്തം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ എല്ലാ വിദ്യകളും ചേർത്തിട്ടാണ് ശാക്തേയം. അതിൽ ഈ നീലിയും വരും, ചാത്തനും വരും, ഇതൊക്കെ വരും. ഇതാണ് ശാക്തേയം. അപ്പോൾ അമ്മ സങ്കല്പവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാത്തിനെയും മതപരമായിട്ട് ശാക്തേയം എന്ന് പറയും. ശൈവമായിട്ട് ശിവൻ്റെ തന്നെ വിവിധ ഭാവങ്ങളായിട്ട് വരുന്നതാണ് ശൈവമായിട്ട് വരിക. വൈഷ്ണവം എന്ന് പറഞ്ഞാൽ വിഷ്ണുവുമായി ബന്ധപ്പെട്ട് വരുന്നതൊക്കെ വൈഷ്ണവമായിട്ട്. ഈ ശാക്തേയമാണ് പിന്നീട് എന്താ വെച്ചാൽ ഹിന്ദു മതം രൂപീകരിക്കും. ഹിന്ദു മതമായിട്ട് മതം എന്നൊരു കൺസെപ്റ്റ് വന്നപ്പോൾ ഭാരതത്തിലുണ്ടായിരുന്ന എല്ലാ ദർശനങ്ങളും ചേർത്ത്, അത് എങ്ങനെ വെച്ചാൽ ഭരണഘടനാപരമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും അല്ല ആചാര്യ സമ്മതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാലും ഇനി ഒരു ദർശനം ഭാരതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയും ചേർത്തിട്ടാണ് ഹിന്ദു എന്ന് പറയുന്നത്. പുറത്തുനിന്ന് വന്ന ദർശനങ്ങളെല്ലാം തന്നെ ദർശനങ്ങളാണ്, സഹോദരഭാവമുണ്ട്. എന്നാൽ അത് ഹൈന്ദവമല്ല, കാരണം അത് ഭാരതത്തിലുണ്ടായതല്ല എന്നുള്ളതാണ്. അപ്പോൾ ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്തൊക്കെയോ അതാണ് ഹൈന്ദവം. ആ ഹൈന്ദവികതയിൽ കൂടുതൽ ആളുകൾ വിശ്വസിച്ച് ആചരിച്ചു പോകുന്നൊരു സമ്പ്രദായമാണ് ഈ
ശാക്തേയം. അപ്പോൾ അത് ഹിന്ദു മതമായി. ഇതിൽ അമ്മ കാളിയുടെ വകഭേദങ്ങൾ എന്ന് പറയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞു അമ്മയുണ്ട്, മകൾ. ഇപ്പം ശിവനെ ചവിട്ടി നിൽക്കുന്ന കാളി. നമ്മൾ പറയുക അയ്യോ അച്ഛനെയല്ലേ ചവിട്ടിയത്. അങ്ങനെയല്ല. ശിവൻ തന്നെ ചലിക്കണമെങ്കിൽ ശിവന് ചലിക്കാൻ എന്ത് വേണം? ഊർജം വേണം. ശിവന്റെ ഊർജമാണ്, ശിവന്റെ ചലനശക്തിയാണ് കാളി. മഹാകാലനായിരിക്കുന്ന ഭഗവാന്റെ ആ ശക്തിയാണ് കാളി. ഇത് പറഞ്ഞ പോലെ തന്നെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ശരീരത്തിൽ നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഭഗവാന്റെ ചൈതന്യമാണ്, ശക്തി തന്നെയാണ്. കാലത്ത് അസുര നിഗ്രഹത്തിന് പോകുന്ന ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ ചൈതന്യമാണ്. മാതൃഭാവമാണെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ കയ്യിലെന്താ തല പിടിച്ചിട്ടുണ്ട്, ദാരികന്റെ ശിരസ് പിടിച്ചിട്ടാണ് കാണാം. നമ്മൾ ദാരികന്റെ ശിരസ് കൊയ്തൊരു ഘോരരൂപിണി അംബികേ. ഇത് കേൾക്കുമ്പോൾ പാട്ട് കേൾക്കാൻ രസാ, പക്ഷെ ആ ഭാവം കാണുമ്പോൾ നമുക്ക് അയ്യോ ഭയമുണ്ട് ആകെ നമ്മുടെ അടുത്ത് എങ്ങനെ പോകുന്നത്. പക്ഷെ മറിച്ചെന്താണ്, ദാരികൻ നമുക്കൊരു അസുരനായിട്ട് കാണുമ്പോൾ ശരിയാളെ ആ അസുരിക ഭാവത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തെ സ്വതവേ ഈ ധർമ്മത്തിൽ വെച്ചാൽ താന്ത്രിക പദ്ധതി വളരെ ശിരസ് എപ്പോഴും അഹങ്കാരത്തിൻ്റെ പ്രതീകമാണ്. അഹങ്കാരം, നമ്മൾ ഞാൻ ആരാന്നുള്ളൊരു ഭാവമാണ്. ഇതുകൊണ്ടാണ് നമ്മൾ പഴനി പോയിട്ട് തിരുപ്പതി പോയിട്ട് മുട്ടയടിക്കും, മക്കത്ത് പോയിട്ട് മുട്ടയടിക്കുന്ന മതവിശ്വാസങ്ങളുണ്ട്. ഇതൊക്കെ എന്തിനാ മുട്ടയടിക്കുന്നത്? മുടി എന്താ വെച്ചാൽ മുടിയും തലയും അഹങ്കാരത്തിൻ്റെ ആകുമ്പോൾ തല മുറിക്കാൻ പറ്റില്ല. അപ്പോൾ ആ അഹങ്കാരമില്ലാതെ എളിമയിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ പ്രതീകമാണ് തലമുണ്ഡനം. ഇവിടെ ഒരു സാധകൻ്റെ അഹങ്കാരത്തെ ഛേദിച്ചേ അമ്മ അവൻ്റെ അഹങ്കാരം തീർത്തെ അനുഗ്രഹിക്കുമ്പോൾ സിദ്ധിയുള്ള സിദ്ധനാക്കി മാറ്റും എന്ന കൺസെപ്റ്റാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഫിലോസഫി. ഒരു മതത്തിന് കൃത്യമായി ആചരണം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫിലോസഫി ഉണ്ടായിരിക്കും, എന്നിട്ടാണ് യോഗമുണ്ടാകുന്നത്. ഫിലോസഫി ഇല്ലാണ്ട് ഭക്തനെ സംബന്ധിച്ചിട്ട് സ്വരൂപങ്ങളും ആചരണങ്ങളും മാത്രം. പക്ഷെ അതിൻ്റെ അപ്പുറം രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് ഫിലോസഫി ഉണ്ടാവണം. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇത് പറഞ്ഞു, രക്തമാണെങ്കിൽ എന്താ? രക്തം ജീവനാണ്. നമ്മളുടെ ജീവൻ അമ്മ സ്വീകരിച്ച് അമ്മ കുടിക്കും. അപ്പം നമ്മുടെ ജീവൻ പുറത്തേക്കല്ല പോകുന്നത്. ഇപ്പൊ കൗളൊക്കെ ഭയക്കുമ്പോൾ നിങ്ങൾ ഈ വലിയ ഇത്യാദി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇവിടെയും തത്വം ഇത് തന്നെയാണ്. ജീവൻ എങ്ങോട്ടാ പ്രയാണം ചെയ്യുന്നേ? ആ പരാശക്തിയിലേക്ക്, പരമേശ്വരനിലേക്ക് പ്രയാണം ചെയ്യുക എന്നാണ്. തിരിച്ച് അവിടുന്ന് എന്താണ് ഇതിങ്ങനെ പുനരഭിജയനം പുനരഭിമരണം എന്നൊക്കെ പറയും. ഇതിങ്ങനെ സംഭവിക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിലെ ഭാവം. ദേവിയുടെ കയ്യിൽ ജപമാല ഉണ്ടെങ്കിൽ എന്താണ് അത്? ധ്യാനത്തിൻ്റെ ആ സൂക്ഷ്മതയുടെ ഭാവമായിട്ട് കാണിക്കുന്നതാണ്. നാവ് നീട്ടിയിരിക്കുന്നതാണെങ്കിലോ നമ്മളുടെ സംസാരം, രുചി എന്ന് പറഞ്ഞാൽ കേവലം നാവിൻ്റെ രുചി മാത്രമല്ല, ഇന്ദ്രിയങ്ങളുടെ വ്യാപാരമാണ്. ഇന്ദ്രിയങ്ങളുടെ വ്യാപാരം കൊണ്ട് എന്തുണ്ടാവും? അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. ആ അറ്റാച്ച്മെൻ്റ് ബന്ധനമാണ്. ബന്ധനം എവിടെ സംഭവിക്കുന്നോ ദുഃഖഹേതുവാണ്. എലിസബത്തിനൊരു വിഷമം വരണമെങ്കിൽ ഇപ്പോൾ ഇന്ന് ഞാൻ പോകുമ്പോൾ എനിക്കൊരു അപകടം പറ്റിയാൽ എലിസബത്തിന് വിഷമമായി, സ്വാഭാവികമായിട്ട് ചെറിയ വിഷമം ഉണ്ടാവും. എലിസബത്ത് നമ്മളെ കണ്ടു കഴിഞ്ഞു, നമ്മളെ അറിയാം. ഇന്നലെയാണെങ്കിൽ വാർത്ത കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇത്രയും വിഷമം ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ദുഃഖത്തിന് ഹേതു ബന്ധവും ബന്ധനവുമാണ്. ആ ബന്ധവും ബന്ധനവും ഛേദിക്കപ്പെടണം. അത് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഉണ്ടാകുമ്പോൾ പോലും ഡിറ്റാച്ച്മെൻറ്റോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ്, തന്ത്രത്തിൻ്റെ കാഴ്ചപ്പാട് വലിയ വീക്ഷണം. അത് സാധിക്കണം എന്നുള്ള രുചിയെ നിയന്ത്രിക്കുന്ന ഭാഗമായിട്ട് നാവ് കടിച്ചു പിടിച്ച് നിൽക്കണത്. അപ്പോൾ അത് കേവലം നാവിൻ്റെ രുചി മാത്രമല്ല, ഇന്ദ്രിയങ്ങളുടെ വ്യാപാരത്തെ കൂടിയാണ്. കൂടാതെ തന്ത്രത്തിൽ ഗേച്ചരി എന്നൊരു വിദ്യയുണ്ട്, ഗേച്ചരി പ്രയോഗം. ഗേച്ചരി എന്ന് പറഞ്ഞാൽ ഘ എന്ന ശബ്ദം ആകാശമാണ്, ആകാശ സഞ്ചാരം. അപ്പോൾ താന്ത്രികന്മാർ ആകാശത്ത് സഞ്ചരിക്കുമോ? ശങ്കരാചാര്യ സ്വാമികളും യോഗികളൊക്കെ സഞ്ചരിക്കുക. അങ്ങനെ അത് മാത്രമല്ല, ഈ സഞ്ചാരം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സഞ്ചാരമാണ്. ഒരു മനുഷ്യരെ സംബന്ധിച്ചിട്ട് ഇതാണ് ആകാശം. ബോധമണ്ഡലത്തിൽ യഥാർത്ഥ ബോധോദയം സംഭവിച്ചിട്ട് ആ ബോധമണ്ഡലത്തിൻ്റെ പ്രത്യേകത ആനന്ദമാണ്. ഈ ആനന്ദത്തിൽ രമിക്കണം എന്ന് പറയുന്നതാണ് ഈ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അവിടെ എന്താണ്? കേവലം നാവ് നീട്ടുക എന്ന് പറഞ്ഞാൽ നാവ് മാത്രമല്ല, ഗേജ്. ഇതിന് തന്ത്ര സാധകർ എന്ത് ചെയ്യും? ഒരു നാവ് പിടിച്ച് വലിച്ച് നാവ് മടക്കി നാവ് അതിന് മുകളിൽ അണ്ണാക്കിലേക്ക് കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. എന്നിട്ട് അവിടുന്ന് അമൃതധാര ഒഴുകുമ്പോൾ രുചിക്കുന്നൊരു പദ്ധതിയുണ്ട്. അതിന് ഗേജരി പ്രയോഗം. ഇങ്ങനെ തന്ത്രത്തിൻ്റെ ഗുപ്തമായ ഗേജരി പ്രയോഗത്തിൻ്റെയും അടയാളമാണ് ഈ നാവ്. ഇങ്ങനെ ഒത്തിരി അർത്ഥമുണ്ട്. വാമാചാരാർത്ഥങ്ങൾ നമ്മളിവിടെ പറയുന്നില്ല. വാമാചാരാർത്ഥങ്ങൾ ഇതിലെ ഡെപ്തുള്ളതാണ്. കുറേ സെക്ഷൽ ആയിട്ടുള്ള കണ്ടന്റ് കടന്നു വരും. അതൊക്കെ സാധകർക്കുള്ളതാണ്. ഗുപ്തം, രഹസ്യം, രഹസ്യാതി രഹസ്യം. അതുകൊണ്ട് അത് അന്വേഷിക്കുന്നവർ മനസ്സിലാക്കുക. അതുപോലെ ഈ കാളി ആരാധനയെ കൗളം എന്ന് പറയും. അത് നമ്മൾ പൊതുവെ പൊതുജനമൊക്കെ കേൾക്കുമ്പം കുറച്ച് പേടിപ്പെടുത്തുന്നൊരു കാര്യമാണത്. കൗളാരാധന കുഴപ്പമുള്ളൊരു കാര്യമാണ് എന്നൊരു ചിന്തയുണ്ട്. ശരിക്കും കൗളാരാധന എന്താണ്? കൗളം എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ടതില്ല. കൗളം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രണയമാണ് കൗളം. ആരോടാ പ്രണയം? പ്രണയം എന്നെ സംബന്ധിച്ച് ആദ്യം പ്രണയിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. നമുക്ക് നമ്മളോടാ പ്രണയം. എന്താണ്? ശരീരം ആദ്യം ഗലു ധർമ്മസാധനം.
ധർമ്മത്തെ, ഈ പ്രപഞ്ചത്തെ അനുഭവിക്കാൻ അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ശരീരം ഉണ്ടായേ തീരുള്ളൂ. അതിൽ ഈ ബാഹ്യമായ പ്രപഞ്ചം മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ വേറൊരു പ്രപഞ്ചം. അതാണ് ശരിക്കും ആനന്ദത്തെ നൽകുന്നത്. ആനന്ദം ബ്രഹ്മണോ ബാബു, ആനന്ദത്തെ നൽകുന്നത്. ഇവിടെ കൗളം എന്ന വാക്കിൽ 2 വാക്ക് ചേർന്ന കൗളം എന്നുള്ളത് ഉണ്ടായില്ല. കുല സംയുക്തം കൗളം ഇത് ഉച്ചതിന. അകുല സംയുക്തം. കുലം പ്ലസ് അകുലം ഈക്വൽ ടു കൗളം. കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം, ദേവി, ഭൂമി, ഇരുട്ട്, അങ്ങനെ കുണ്ടലിനി, ജീവശക്തി, ഇതൊക്കെ വരും കുലം. അകുലം എന്ന് പറഞ്ഞാൽ ബോധം, ആത്മാവ്, പകൽ, നിലാവ്, അങ്ങനെ ചന്തച്ച, അങ്ങനെ അല്ലെങ്കിൽ ശിവൻ, പുരുഷൻ, ഈ അർത്ഥങ്ങളൊക്കെ വരും. ഈ കുലം യോനിയാണെങ്കിൽ അകുലം ലിംഗമാണ്. ലിംഗം എന്ന് പറഞ്ഞാലും യോനി എന്ന് പറഞ്ഞാലും നമ്മൾ മറ്റൊരു ആത്മീയ അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക, അരൂപമായി അദൃശ്യമായി നിൽക്കുന്ന പ്രപഞ്ച സത്യം. ഇനി ദൃശ്യമായാലും ഇന്ന് കാണുന്ന സെക്ഷലായിട്ടുള്ള ആ ഒരു വാക്ക് തന്നെ ഏറ്റെടുക്കാം. അപ്പം ഇതൊക്കെ ചേരുമ്പോൾ ഈ കുണ്ടലിനിയും ഈ ബോധമണ്ഡലവും ശക്തിയും ശിവനും പ്രകൃതിയും പുരുഷനും ചേരുമ്പോൾ എന്തുണ്ടാവുന്നു? ആനന്ദമുണ്ടാകും. അപ്പം ആ ആനന്ദത്തെ അനുഭവിക്കാൻ കഴിയുന്ന, ആനന്ദത്തെ ഏറ്റവും സിമ്പിളായിട്ട് യാതൊരു സാധാരണക്കാരനും അനുഭവിക്കാൻ കഴിയുന്ന ഒരു ഉപാസനാ പദ്ധതിയാണ് കൗളം. അതിന് എന്താ വെച്ചാൽ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുള്ള 5 കാര്യങ്ങളെ തന്നെയാണ് അതിൽ പൂജാദ്രവ്യങ്ങളായിട്ടും വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. പഞ്ചമകാരങ്ങൾ എന്നാ പറയാ, പഞ്ചകം എന്നൊക്കെ പറയും. മദ്യം, മത്സ്യം, മാംസം, മുദ്ര, മൈഥുനം, സെക്ഷൽ റിലേഷൻഷിപ്പ്. ഈ 5 കാര്യങ്ങൾ ഇതൊക്കെ സാധാരണ ഒരു കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് പോകുന്ന കാര്യങ്ങൾ. മത്സ്യമാംസാല കഴിക്കുന്നവരൊക്കെ അങ്ങനെ പ്രത്യക്ഷാർത്ഥത്തിൽ ഈ 5 കാര്യങ്ങൾ. ഇതിൻ്റെ പ്രത്യക്ഷാർത്ഥത്തിൽ ആണ് സാധാരണ സാധന നിലനിൽക്കുന്നത്, സാധാരണ പൂജാവിധാനങ്ങൾ. ഇതൊക്കെ കാണുമ്പോഴാണ് ആളുകൾ അവിടെ മത്സ്യം. ഈ കൗളം എന്ന് പറയുമ്പോൾ ഒരു ദുർമന്ത്രവാദം അല്ലെങ്കിൽ ഒരു ദുരാചാരം എന്നൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള ഒരു ചിന്താഗതി ഉണ്ട്. അല്ല, അതിന് കാരണമാണ് ഈ വെക്കുന്ന ദ്രവ്യങ്ങൾ. നമ്മൾ സാധാരണ ഒരു വർഷിപ്പ് കാണുമ്പോൾ പാൽപ്പായസം, പഞ്ചാമൃതം, ചന്ദനം, പുഷ്പം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തുളസിപ്പൂ കണ്ടുകൊണ്ടിരിക്കുന്ന അറ്റ്മോസ്ഫിയർ വേറെ തന്നെയാണ് അല്ലേ? ഇവിടെ അതിന് വേണ്ട എന്താ, ചിലപ്പോൾ രാത്രിയിലാണ് പൂജ ഉണ്ടാവുക. കാരണം ഇരുട്ടിന് പ്രാധാന്യമുണ്ട്. രാത്രി വെച്ചാൽ പകലരുത്, പസിയരുത് എന്നൊക്കെ ഉണ്ട്. വിശന്നിട്ട് പൂജിക്കാൻ പാടില്ല. പകലരുത് പറഞ്ഞാൽ വെളിച്ചത്തിൽ പറ്റില്ല എന്ന് മാത്രമല്ല, ഒരു മറയോട് കൂടി ചെയ്യണം. അന്തശക്താണ്, രഹസ്യമായി ചെയ്യണം. അല്ലെങ്കിലും ശരിക്കും ഇത് മാത്രമല്ല, ഇപ്പോൾ മോള് വേണമെങ്കിൽ ഏത് മതത്തിനോട് ചോദിച്ചോളൂ, മതാചാര്യമോട് ചോദിച്ചോളൂ, ആചാരങ്ങളൊന്നും തന്നെ നാട്ടുകാരെ കാണിക്കാനുള്ളതല്ല, അതൊക്കെ ആത്മാഭിവൃദ്ധിക്കുള്ളതാണ്. നമ്മളൊരു സാധകനാന്നുള്ളത് അങ്ങയെ കാണിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് എപ്പോഴും റിസൾട്ടാണ് വേണ്ടത് ഇല്ലേ? മോളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നു, മോളുടെ ജോലി ചിലപ്പോൾ അത്യാവശ്യം ശമ്പളമൊക്കെ ഉണ്ടാവും. പക്ഷേ മോൾ റിസൾട്ട് കാണുമ്പോൾ ആൾക്കാർ പറയാം, നമ്മൾ പഠിക്കാൻ പോയി, നമ്മൾ വീണ്ടും തല്ലിപ്പൊളി സ്വഭാവമായിട്ടാണ് ആൾക്കാർ എന്താ പറയുക. അപ്പം നമ്മൾ പഠനത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് വേണം? നമ്മുടെ ക്യാരക്ടറിൽ മാറ്റം വേണം, സ്വഭാവത്തിൽ മാറ്റം വേണം അല്ലേ? ഇത് പറഞ്ഞാൽ ആത്മീയതയുടെ ആന്തരികമായി സാധന ചെയ്യുക, അന്തശക്ത. പുറത്ത് ലോകര് മധ്യ ലോകാചാരം, ലോകർക്കിടയിൽ ജീവിക്കണം. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇതിൻ്റെ ആ ആരാധന രഹസ്യമായി ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർ എന്തോ നിഗൂഢതയുണ്ട്. ഇനി അവിടെ അകത്ത് വന്നാലോ ഈ പറഞ്ഞ പോലെ തന്നെ ചുവന്ന വട്ട്, ചിലപ്പോൾ കൗളത്തിൻ്റെ പ്രത്യക്ഷാചാരമാണെങ്കിൽ കോഴി, മദ്യം, മത്സ്യം, ഇത്തരം കാര്യങ്ങൾ. പിന്നെ മൈഥുനം എന്നൊക്കെ പറയല്ലാണ്ട് ആരും കാണുന്നില്ല. അങ്ങനത്തെ ഒരു പൂജാപദ്ധതി ഒന്നുമല്ല. ഒന്നുമില്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാരുടെ നിത്യജീവിതവുമായിട്ട് കൂട്ടിയാൽ മതി. അതുപോലും ഈശ്വര സമർപ്പണം എഴുതിയാൽ മതി. അല്ലാണ്ട് സാധാരണ ഈ പൂജാദ്രവ്യം പോലെ ഒന്നും കാണുന്ന അതൊന്നുമല്ല. അതൊക്കെ തന്ത്രത്തിൻ്റെ ഒരു ഗുപ്തതയാണ്. അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇനിയൊക്കെയുള്ള സമയങ്ങളിൽ പറഞ്ഞു പോകാം. അതൊക്കെ മനസ്സിലാക്കാനുള്ള പ്രാപ്തിയും അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഉണ്ടായി വരട്ടെ, അന്വേഷണ ബുദ്ധി ഉണ്ടാവട്ടെ. അപ്പോൾ ഇവിടെ ചോദിക്കുമല്ലോ ഇത് അവതരിപ്പിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ എന്താ വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ കാണുന്നതുകൊണ്ടുള്ള കുഴപ്പം. പക്ഷേ ഈ 5 കാര്യങ്ങൾ വെക്കുമ്പോൾ ഇത് ഭൗതികമായിട്ട് വെച്ചാലും ഇതൊക്കെ ഓരോ ഉദ്ദേശത്തിലാണ്. മദ്യം എന്ന് പറഞ്ഞാൽ സാധാരണ മദ്യം ഈ മദ്യം തന്നെയാണെങ്കിലും അതിൻ്റെ അവിടെയാണ് പ്രത്യക്ഷം, അതുപോലെ തന്നെയാണ് അതിൻ്റെ ഗുപ്തതയുണ്ട്. അവിടെ അദൃശ്യഭാവത്തിൽ എടുക്കുമ്പോൾ മദ്യം എന്ന് പറഞ്ഞാൽ ആനന്ദത്തിൻ്റെ പ്രതീക, അമൃതം. നമ്മളിപ്പോൾ അമൃതം രുചിച്ചു ദേവന്മാർ പറയില്ലേ, അതിൻ്റെ പ്രതീകമായി വെക്കുന്ന ദ്രവ്യമാണ് മദ്യം. മത്സ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ശ്വാസഗതിയാണ്. അതിങ്ങനെ നമ്മുടെ ഇടയിലൂടെയും പിങ്ങളിലൂടെയും സഞ്ചരിക്കും. ഈ ശ്വാസത്തെ ഈശ്വരന് സമർപ്പിക്കണം. നമ്മുടെ ആനന്ദത്തെ, സുഖത്തെ, സന്തോഷത്തെ സമർപ്പിക്കുന്ന മദ്യം വെച്ചു. നമ്മുടെ പ്രാണനെ, ശ്വാസത്തെ ഭഗവാനെ സമർപ്പിക്കുന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ മത്സ്യം അവിടെ വെച്ചു. മാംസം എന്ന് പറഞ്ഞാൽ നമ്മളുടെ രുചിയെ നിയന്ത്രിക്കുകയാണ് വാക്കുകൾ, നമ്മുടെ വാക്കുകൾ. ഇതിനെയൊക്കെ നമ്മുടെ അറിവ് നമ്മൾ പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ, ഇതിനെയൊക്കെ എന്താ വെച്ചാൽ ഞാൻ ഈശ്വരനെ സമർപ്പിച്ചു. അടുത്താണ് മുദ്ര. മുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ധനം. മുദ്ര എന്ന് പറഞ്ഞാൽ ഈ മുദ്ര മാത്രമല്ല, ധനത്തെയാണ് പണ്ടത്തെ മുദ്ര എന്ന് പറയും. ഇപ്പോൾ പണ്ട കാലത്ത് കഴിഞ്ഞാൽ മുദ്ര. അപ്പോൾ ധനം മാത്രമാണോ? ഭൂമി അതിൻ്റെ ഭാഗം. ഭൂമിക്ക് വരെ വെറ്റിലടക്കൊക്കെ വെക്കും. ഇനി മുദ്ര അത് മാത്രമല്ല, വിത്തുകൾ മുദ്രയിലെ വരിക, വിത്ത്. അപ്പം നമ്മൾ ഏതെങ്കിലും ധാന്യങ്ങൾ വറുത്തോ അല്ലെങ്കിൽ വേവിച്ചോ വെക്കും.
ഇതല്ലാണ്ട് ഒരു സാധകൻ, പൂർണ്ണ സാധകൻ എന്ത് ചെയ്യും? അവൻ അവൻ്റെ ബീജത്തെ അവിടെ ബ്രഹ്മചര്യ ഭാഗമായിട്ട് അതിനെ സംരക്ഷിച്ചുകൊണ്ട് അത് ഞാൻ ഈശ്വരന് സമർപ്പിക്കും. അതാണ് ഇപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ച് സെമൻ നഷ്ടപ്പെടാതെ നോക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ അത് സമർപ്പിക്കും. അപ്പോൾ അത് വെച്ചാൽ ഇതൊക്കെ പ്രതീകാത്മകമായിട്ട് സംഭവങ്ങൾ ചെയ്യും. മൈഥുനം എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ ആ സാധകനും ആ പരാശക്തിയുള്ള താതാത്മ്യത്തിൻ്റെ ഭാഗമായിട്ട് ഒന്നെന്ന ബോധത്തിലേക്ക്, അദ്വൈത ഭാവത്തിലേക്ക് വരും. ഇതാണ് ഈ 5 മകാരങ്ങൾ. ഈ 5 മകാരം സംബന്ധിക്കുന്ന പഞ്ചഭൂതങ്ങൾ അവിടെയാണ് ഭൂമി, അതുപോലെ തന്നെ ജലം, പിന്നെ അഗ്നി, വായു, ആകാശം. ഈ 5 പഞ്ചഭൂതങ്ങളുടെ പ്രതീകമാണ് കൗളനെ സംബന്ധിച്ച് ഈ 5 മകാരങ്ങൾ. സാധാരണ ക്ഷേത്രത്തിൽ അതിനു വേണ്ടി ജലഗന്ധ പുഷ്പ ധൂപ ദീപങ്ങൾ ആണ് 5 പഞ്ചമകാരങ്ങൾ. പക്ഷെ ഇതെന്താ വെച്ചാൽ സാധാരണ ആളുകൾക്കാണ് ഈ 5 മകാരങ്ങൾ. അതുപോലെ ഈ കാളി രൂപങ്ങൾ പല പല രീതികളിൽ അതിനെ വർണ്ണിക്കാറുണ്ട്. അതായത് ഇപ്പോൾ ശ്മശാന കാളി, അതുപോലെ അങ്ങനെ ഒരു 5ഓ 6ഓ രൂപങ്ങളുണ്ട്. ഇതൊക്കെ എന്തിനെ പ്രതിനിധീകരിക്കുന്നത്? ഓക്കെ 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 5 കാളി മാത്രമല്ല ഇവിടെ എന്താ വെച്ചാൽ ഇപ്പോൾ കാശ്മീരി ശൈവസത്തിന്റെ ഭാഗമായിട്ട് അഭിനവഗുപ്തൻ തന്ത്രലോക പോലെയുള്ള ടെക്സ്റ്റുകളിൽ വളരെ വ്യക്തമായിട്ട് ക്രമകാളി സേവ പറഞ്ഞു. ക്രമകാളി എന്നാ പറയുക. പക്ഷേ കാളി ഉപാസന ക്രമമായി ഒരു 10-12 ടൈപ്പ് കാളികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ ശ്മശാന കാളി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പറയാ ഈ ചൊടലഭദ്രകാളി എന്ന് പറയും. ചുടല എന്ന വാക്ക് എന്താ വെച്ചാൽ ഈ ശ്മശാനത്തെ പറഞ്ഞ നാടൻ പ്രയോഗ ചുടല. അപ്പൊ അതാണ് നമ്മൾ നാരായണത്ത് ഭ്രാന്തനൊക്കെ, ഭ്രാന്തനല്ല, ഞങ്ങൾ താന്ത്രികമായി നാരായണത്ത് ആചാര്യൻ എന്നാ പറയാ. ഭ്രാന്ത് തോന്നുന്നത് നാരായണത്തിൽ ഭ്രാന്ത് തോന്നുന്നത് എന്താ വെച്ചാൽ അജ്ഞാനികൾക്കാണ്. ജ്ഞാനികൾക്ക് കാണാൻ നാരായണത്തിന്റെ ഏത് ചേഷ്ട നോക്കിയാലും അത് അറിവിന്റെ പ്രകടനമായിട്ടേ കാണുള്ളൂ, സംസാരിക്കാതെ കാണി. സാധാരണക്കാരൻ അവന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും കെട്ടിപ്പൊക്കി ലാസ്റ്റ് ഇടുന്ന പോലെ മലയിരുട്ടുന്ന പോലെയൊക്കെ. അപ്പോൾ ഇവിടെയാണ് ചുടലയിൽ ഉള്ള കാളി. അപ്പോൾ ചുടലയിൽ ശ്മശാനത്തിൽ ഉണ്ടാകും എന്താണ്? നമ്മുടെ മൃത്യുവിൻ്റെ ഭാഗമായിട്ടുള്ള കാളിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നാടൻ പ്രയോഗത്തിൽ അത്തരം കാളികൾക്കൊക്കെ ചില സമ്പ്രദായങ്ങളിലൊക്കെ എന്താ വെച്ചാൽ മരണപ്പെട്ട് അടക്കം ചെയ്ത് കഴിഞ്ഞാൽ ആ അടക്കം ചെയ്ത വെച്ചാൽ 2 രീതിയിൽ, ഒന്ന് കത്തിക്കുന്ന രീതിയുണ്ട്, ഒന്ന് അടക്കം ചെയ്ത രീതിയുണ്ട്. ഇതൊക്കെ ആണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് വെള്ളിയാഴ്ച ദിവസമൊക്കെ മരിക്കുന്ന സംഭവത്തിൽ ഇത്തരം വിശ്വാസമുള്ള ആളുകൾ പാലക്കാട് മേഖലയിലൊക്കെ ചില ആളുകളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഒരു കോഴിയെ ബലി കൊടുക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അത് ഈ ചുടല കാളിക്കാണ്. അപ്പൊ ചുടലയിലെ ആ ഒരു ശ്മശാനത്തിനെ സംരക്ഷിക്കുന്ന, ശ്മശാനത്തിൽ ആ ജീവനെയൊക്കെ എന്താ വെച്ചാൽ സ്വീകരിക്കുന്ന, പ്രാണനെയൊക്കെ സ്വീകരിക്കുന്ന അമ്മഭാവമുണ്ട് കാളിക്ക്. പിന്നെ സ്വതവേ കാളി സാധന, ഗുപ്ത സാധനയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ശ്മശാനോപാസന. ശ്മശാനോപാസന എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മരിച്ച സ്ഥലത്ത് മാത്രമല്ല, ശ്മശാനം കൊണ്ട് അർത്ഥം. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പം അങ്ങ് എൻ്റെ പേര് ചണ്ടാള ബാബാണ്. കേൾക്കുമ്പോൾ ആളുകൾക്ക് തോന്നുന്നത് എന്താ തോന്നുന്നു, പക്ഷെ മറിച്ച് ചണ്ടാളിനുണ്ടാകുക ശ്മശാനത്തിലാണ്. ആ ശ്മശാനം സാധാരണക്കാർക്ക് ദയിപ്പിക്കുന്ന, കുഴിച്ചിടുന്ന ഈ സെമിത്തേരി അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളാണ് അവർക്ക് ശ്മശാനം. ഒരു ജ്ഞാനവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എല്ലാ ചിന്തകളും കത്തി നശിച്ച് നിൽക്കുന്ന ബോധം, ബാഹ്യമായ ചിന്തകൾ നശിച്ച് കത്തി നിൽക്കുന്ന ബോധത്തെയാണ് കൈലാസമായി പറയുക. അതാണ് ശ്മശാനം. ആ ശ്മശാനത്തിൽ വസിക്കുന്നവൻ കാലൻ, മഹാകാലൻ, ഭഗവാൻ പരമേശ്വരൻ. അത് ശക്തിയാവുമ്പോൾ മഹാകാളി. അപ്പോൾ ശ്മശാനം എന്ന് പറയുമ്പോൾ ബാഹ്യമായ ശ്മശാനത്തിൽ ഉപാസന എന്താണ്? ശാന്തമായ ബോധമണ്ഡലത്തിൽ അമ്മയെ ഉപാസിക്കുന്ന ആ ശാന്തതയിൽ നിൽക്കുന്നതാണ് ശ്മശാനകാളി. ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ നാട്ടിലെ പ്രയോഗങ്ങളാണ് കണ്ടയം കാളി. ഇതൊക്കെ മലയാള പ്രയോഗമാണ്. ഞാനിപ്പോൾ എന്താ ക്രമകാളി സേവയ്ക്ക് പോയി കഴിഞ്ഞാൽ അതൊക്കെ പുസ്തകത്തിൽ പലപ്പോഴും കാണാൻ പറ്റും. പക്ഷെ നാട്ടിലെ പ്രയോഗം കാണില്ല. കണ്ടയം കാളി, പടുവം കാളി. ഇപ്പം നമ്മുടെയൊക്കെ തറവാടുമായി പടുവം കാളി എന്ന് പറയും. പടുവം കാളി എന്ന് പറഞ്ഞാൽ ബുദ്ധി, പടു എന്ന് പറഞ്ഞാൽ ബുദ്ധി, സമർത്ഥം എന്നുള്ള ബുദ്ധിയിൽ പടുവം കാളി. കണ്ടയം കാളി. അപ്പോൾ കണ്ടയം കാളി എന്ന് പറഞ്ഞാൽ ചിന്നമസ്തയൊക്കെയാണ്, കഴുത്ത് കൂട്ടുള്ള ചിന്നമസ്ത വേറെ ഭാഗത്തിൽ എടുക്കുന്നുണ്ട് കണ്ടയം കാളി. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, അപ്പോൾ മാരിയമ്മ, അത് എന്താ വെച്ചാൽ മാരിക്കാളി വേറെയുണ്ട്. കുട്ടിക്കാളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഭദ്രകാളി എന്നൊക്കെ പറയില്ല സാധാരണ. അപ്പോൾ ബാലഭദ്രയായിട്ട്, അപ്പോൾ ഐം ക്ലീൻ സോങ് ഭദ്രകാളി എന്ന പോലെ ബാലഭദ്രയായിട്ട് എടുക്കും. ബാലപ്രയോഗം അല്ല, നാടൻ പ്രയോഗം കുട്ടിക്കാളിയാണ്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത, ഞാൻ അവിടെ പറഞ്ഞു 12 കാളികളിൽ ഈ തന്ത്രലോകം പറയുന്ന കാളികളിലൊക്കെ കാലസംഘർഷിണിയൊക്കെ ഉണ്ട്. കാലസംഘർഷിണിയൊക്കെ എന്ന് പറഞ്ഞാൽ ഭഗവാൻ പരമേശ്വരനും ആധാരമായി വർത്തിക്കുന്ന ആരംഭത്തിലെ ബിന്ദുവാണ്. പക്ഷെ നമ്മൾ മന്ത്രോ അല്ലെങ്കിൽ സാധനയെ കണ്ടു കഴിഞ്ഞാലോ അത്രയും ഭീകരമാണ്. കാരണം അത് വാമാചാരത്തിൻ്റെ സ്വഭാവമാണ് ഈ ഭീകരഭാവം. അപ്പോൾ ദേവിയുടെ വിവിധ ഭാവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെക്കൻഡ്, അത് കാലത്തിൻ്റെ, നമ്മുടെ വാച്ച് ഓടുമ്പോൾ കണ്ടിട്ടില്ലേ, ഓരോ സെക്കൻഡ് ഉണ്ടല്ലോ, ഒരു സെക്കൻഡിന് അടുത്ത സെക്കൻഡ്.
പക്ഷേ ഈ പറഞ്ഞ എലിസബത്തിനെ സംബന്ധിച്ച് ഈ നിമിഷമാണോ അടുത്ത നിമിഷം? മാറ്റം വന്നില്ലേ? അതെ. ഈ മാറ്റം തന്നെയാണ്, ആ മാറ്റത്തിൻ്റെ സൂക്ഷ്മതയാണ് കാളിയുടെ ഈ 12 ഭാവങ്ങൾ. 12 ഭാവങ്ങൾ 12 രാശിയുമായി ബന്ധപ്പെട്ടതാണ്. ആ 12 രാശി നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കാലങ്ങളിലേക്ക് കടന്നു പോവാണ്. ഇപ്പം സെക്കൻഡ് അല്ലെങ്കിൽ പൾസ്, ഈ സെക്കൻഡ് പൾസ് തൊട്ടിട്ട് മറ്റേ ഏത് തലം വരെയുണ്ടോ അതൊക്കെ കാളിയിലടങ്ങുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് പല ഭാവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ വിശാലമായ അർത്ഥങ്ങളും ഉണ്ട്. സാധാരണക്കാരന് കാണുമ്പോൾ ഭീകരമായി തോന്നും. അതുകൊണ്ട് പരമഹംസർ പറഞ്ഞ പോലെയാണ്, ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാളിയെ പുറത്തുനിന്ന് കാണുമ്പോൾ ഭീകരമായി തോന്നും, എന്താ ഇങ്ങനെ തോന്നും, പക്ഷെ അമ്മയുടെ അടുത്തേക്ക് വരൂ. അമ്മയോളം സുന്ദരി ഈ ലോകത്ത് വേറെ ആരുമില്ല. അമ്മയുടെ മാതൃത്വത്തിൻ്റെ അപ്പുറം വെക്കാൻ മറ്റൊരു സ്നേഹമില്ല. കാരണം സ്വതവേ ഞങ്ങളൊക്കെ പറയും ഭോജനം മാതൃഹസ്തേന. കല്യാണം കഴിഞ്ഞാൽ കുട്ടികൾ ഭാര്യ വിളമ്പി കൊടുക്കണം എന്നല്ല പറയുന്നത്, അങ്ങനെ അർത്ഥമില്ല. അത് നാടൻ പ്രയോഗം അങ്ങനെയാണല്ലോ. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയി ഊട്ടിക്ക് അറിയാം. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന അമ്മമാരുടെ സ്ത്രീകളോട് പറയും, പിന്നെ ആർക്കും വേണ്ട, അച്ഛനോ സഹോദരനോ ആർക്കും സ്ത്രീകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പറയാം, ഇനി ഞാൻ മോൾക്ക് വിളമ്പി തരികയാണെങ്കിലും അതിൻ്റെ പൊരുള വെച്ചാൽ ഭോജനം മാതൃഹസ്തേന. ഭക്ഷണം കൊടുക്കുമ്പോണ്ടല്ലോ അമ്മയെപ്പോലെ കൊടുക്കണം എന്ന്. കാരണം അമ്മ കൊടുക്കുമ്പോൾ വെച്ചാൽ മക്കൾ കഴിക്കുമ്പോൾ അമ്മയ്ക്കൊരു സംതൃപ്തി. അപ്പോൾ അച്ഛൻ കൊടുത്താലും ഭാര്യ കൊടുത്താലും മകൾ കൊടുത്താലും ഈ ഭാവത്തിൽ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ ഭാവത്തിനെല്ലാം തികഞ്ഞ മാതൃഭാവം. അമ്മ നാവും നീട്ടി വാളേന്തി വരുന്ന സമയത്ത് നമ്മളെ മനസ്സിലെന്ന് വെച്ചാൽ ഭീകരരൂപം തോന്നും. പക്ഷേ സ്വന്തം മക്കളേനെ ആരെങ്കിലും ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ ഒരു പെറ്റമ്മ ഒരു ചൂലെടുത്ത് വരുന്നൊരു ഭാവം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതെ, തീർച്ചയായും ആ മാതൃഭാവമാണ് അമ്മ വരുന്നത്. അല്ലാണ്ട് നമ്മളെ ഭയപ്പെടുത്താനല്ല. അമ്മയുടെ മക്കളെ ആരാണോ ഉപദ്രവിക്കണേ അവരടുത്തേക്ക് വരികയാണ് ഭക്തനെ സംബന്ധിച്ച അമ്മ. അതിന് വിവിധ സെക്കൻഡ് പൾസുള്ള ഭാവങ്ങളുണ്ട് നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട്. അതാണ് അമ്മയുടെ ഈ ഭാവഭേദങ്ങൾ. അത് ലക്ഷ്മിനെ തന്നെ ആരാധിക്കണം എന്നൊന്നുമില്ല കാളി സാധകനെ. അമ്മയ്ക്ക് തന്നെ സാക്ഷാൽ ഈ പറയുന്ന ദേവിക്ക് തന്നെ ബീജാക്ഷരം ചേർത്തുകൊണ്ട് ധനത്തിന് വേണ്ടിയിട്ടൊക്കെ ആരാധിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഭാവത്തിലും ആരാധിക്കാം. വിദ്യക്ക് ഈ കാളി അമ്മ തന്നെയാണോ ത്രിപുര സുന്ദരി? വെച്ചാൽ ദശമഹാവിദ്യകളിൽ 10 ദേവതകളെ പറഞ്ഞിരിക്കുന്നത്. ഈ 10 ദേവതകളും ഒരു കാളി ഭക്തനെ സംബന്ധിച്ച് കാളിയുടെ വിവിധ ഭാവങ്ങളാണ്. ഇപ്പോൾ ത്രിപുരനെ മാത്രം ആരാ ത്രിപുര സുന്ദരി. ത്രിപുര സുന്ദരി പറഞ്ഞാൽ സ്വതവേ ഇപ്പോൾ നമ്മൾ പറയുക വെച്ചാൽ ഇപ്പോൾ ഭൂമി, ആകാശം, അല്ലെങ്കിൽ പാതാളം, ഭൂമി, സ്വർഗം, 3 ലോകങ്ങൾക്കും ത്രിപുരങ്ങൾക്കും അധിപതിയായിരിക്കുന്ന ആ ഭാവം. ഇത് 3 ചേർന്നാൽ ഇപ്പോൾ കാളി, അതുപോലെ തന്നെ സരസ്വതി, ലക്ഷ്മി ഐക്യരൂപേണ ചാമുണ്ടിയുടെ രൂപമൊക്കെ പറയും. ചണ്ഡിക നവാശ്രീ മതത്തിലേക്ക് ഭാഗമായിട്ട് ചണ്ഡിക ഇപ്പോൾ ഈ പറയുന്ന ദേവീ മഹാത്മ്യത്തോടൊക്കെ ബന്ധപ്പെടുത്തി പറയുമ്പോൾ ചണ്ഡികയാണ് പറയുക. ചണ്ഡിക ഇപ്പോൾ നേരത്തെ പറഞ്ഞതിലൊരു കാര്യം വിട്ടുപോയതാണ്. എന്താ വെച്ചാൽ നമ്മൾ ദേവീ സ്വരൂപം പറയുമ്പോൾ വടക്കൻ കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ചാമുണ്ടിയാണ് ഉള്ളത്. ഈ തെയ്യം കെട്ടുമ്പോൾ ചാമുണ്ടിയാണ് വലിയ തീയിലൊക്കെ ഒഴുകി കിടക്കുന്നത് കാണാൻ തന്നെ വലിയ ഇവിടെ ഒരു ഭാവമാണ് കെട്ടിയാടുന്ന ആൾക്കാർ. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഈ ചാമുണ്ടി ഭാവം ചണ്ഡിക എന്ന് വിശദീകരിക്കുന്ന നേരത്തെ അവിടെ ലക്ഷ്മി, കാളി, സരസ്വതി, 3 ഐക്യഭാവം. ഈ 3 ഭാവങ്ങളും 3 തലങ്ങളാണ്. ഈ 3 തലങ്ങളും ത്രിപുരങ്ങളാണ്. ത്രിപുര സുന്ദരി. അതിപ്പോൾ അത് കാളിയാണോ വെച്ചാൽ കാളി ഭക്തന് കാളിയാണ്, ഭുവനേശ്വരിയുടെ ഭക്തർക്ക് ഭുവനേശ്വരിയാണ്. അതാണത്. അപ്പോൾ ഈ എന്താ വെച്ചാൽ ആത്യന്തികമായി കാലത്തിൻ്റെ ദേവതയായിരിക്കുന്ന ദേവി പലതരത്തിലുണ്ട്. അത് നേരത്തെ നമ്മളിപ്പോൾ ഭൂമിയും എന്താ പറയുക ആകാശം അല്ലെങ്കിൽ സ്വർഗ്ഗം അല്ലെങ്കിൽ പാതാളം, ഭൂമി, സ്വർഗ്ഗം എന്നൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ തലം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ തന്നെയാണ്. നമ്മുടെ ശരീരത്തിനെ നമ്മൾ ആധാരങ്ങൾ ബന്ധപ്പെടുത്തി പോകണ നേരത്ത് അവിടെ പറയുക അഗ്നി, സൂര്യ, സോമ 3 മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഈ അഗ്നി മണ്ഡലത്തിൽ നിന്ന് ഈ സൂര്യമണ്ഡലവും കടന്ന് സോമമണ്ഡലത്തിലെത്തുക, ആ എത്തുന്ന പ്രയാണം, ഈ പ്രയാണത്തിലാണ് സത്യത്തിൽ അനുഭൂതി ഉണ്ടാവുന്നത്. ഇതിനാണ് ശരിക്കും യോഗാഭ്യാസമൊക്കെ. സത്യത്തിൽ യോഗാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന ഹഠയോഗയല്ല. ഹഠയോഗ ഹാഠ എന്ന വാക്കിൻ്റെ അർത്ഥതലം വ്യത്യാസമുണ്ട്, അതിൽ തന്നെയാണ്. പക്ഷെ ഇന്ന് കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ നാടൻ ഭാഷയെ പറഞ്ഞാൽ കസർത്താണ്. ഇതിൻ്റെ ഉദ്ദേശം അതല്ല, ഇതാണ്. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ എന്തായി, ഈ 3 തലങ്ങളിലും ഇരിക്കുന്ന ജീവശക്തി ഇവിടെ നിന്ന് ഉയരുമ്പോഴും ഇവിടെ എത്തുമ്പോഴും ശക്തി ഒന്ന് തന്നെ. ഈ 3 ഇരിക്കുന്ന ശക്തി, ജീവശക്തി ഒന്ന് തന്നെ. ആ അർത്ഥത്തിലും ത്രിപുര ആണ് ഉള്ളത്. അപ്പോൾ അത് ഒക്കെ ഞാൻ എന്താ കാളീഭക്തൻ എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ താന്ത്രികൻ സത്യത്തിൽ നിഷേധിക്കാൻ പാടില്ല. കാളിയന്നെ എന്ന് പറയുമ്പോൾ എന്തായി, മറ്റുള്ള ഭക്തരെ സംബന്ധിച്ചിട്ട് മറ്റുള്ള ദേവിമാരെ നിഷേധിച്ചതിന് തുല്യമാവും. അപ്പോൾ എനിക്കത് പറ്റില്ല. എനിക്കെന്താ വെച്ചാൽ സർവ്വദർശന സമഭാവനയാണ്. അപ്പോൾ എല്ലാ ദർശനങ്ങളും ഒന്നായിട്ട് കാണണം, ഭേദം കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അല്ലാണ്ട് പ്യുവർ കാളീഭക്തനാണെങ്കിൽ അങ്ങയുടെ ചോദ്യത്തിന് കാളിയന്നെ എന്ന് പറയും. എനിക്ക് അങ്ങനെയല്ല. സാക്ഷാൽ പരാശക്തി തന്നെയാണ്, അമ്മയുടെ ഒരു നാമമാണ് കാളി. ആ അർത്ഥത്തിൽ ത്രിപുരയും കാളി, അതുപോലെ തന്നെ ഭുവനേശ്വരി കാളിയെ പറയാൻ കാരണം കേരളത്തിൽ കാളി സമ്പ്രദായത്തിൽ ആരാധന നടക്കുമ്പോൾ പലരും ഇന്ന് ഭുവനേശ്വരിയെ കാണുന്നത് വെച്ചാൽ ഉദ്യതിന് അദ്യതിമിന്തി കിരീടാന്ന് പറഞ്ഞിട്ട് ധ്യാനം വെച്ചിട്ടൊക്കെ ചൊല്ലുന്ന രീതിയുണ്ട്. അവിടെ കാളിയുടെ സൗമ്യഭാവത്തിലേക്ക് തോന്നും.
പക്ഷേ 99% കേരളത്തിലെ ഈ ഭുവനേശ്വരി സമ്പ്രദായം, പക്ഷേ നായർ കമ്മ്യൂണിറ്റിയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഭുവനേശ്വരി, പിന്നെ ഉള്ളത് ഈഴവ, മറ്റോടത്ത് ഇല്ല എന്നല്ല, അങ്ങനെ ഒരു അർത്ഥമില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അന്നപൂർണേശ്വരി ആയിട്ടുള്ള ഭഗവതിയാണ് അഗത്തി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സെന്താ, നെൽക്കതിർ പിടിച്ച ഭഗവതിയാവും. അങ്ങനെയല്ല, പള്ളിവാള എന്തിയിട്ട് പീഠപ്പുറത്ത് ചിലമ്പും പിടിച്ചിരിക്കുന്ന നല്ല തേജസ്വി ആയിട്ടുള്ള ദേവിയാണ് ഭുവനേശ്വരി ആയിട്ട് പലതരമായിട്ടുള്ളത്. അപ്പോൾ അത് കാളീഭവൻ തന്നെയാണ്. അവിടെ എന്ന് വെച്ചാൽ രുതിര ഭഗവതി, രുദ്ര ഭഗവതിയല്ല, രുദ്രകാളിയല്ല, നാടൻ പ്രകൃതി രുതിര ഭഗവതിയാണ്. രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന രക്തേശ്വരിയാണ്. ആ രക്തേശ്വരിയായിട്ടും ആരാധിക്കപ്പെടുന്ന സമ്പ്രദായം നിലനിൽക്കണം. അപ്പോൾ ദേവി എന്താണ് ഈ രക്തവർണ്ണയായിട്ട്. അപ്പോൾ ഭുവനേശ്വരി ആയിരിക്കുന്നതും കാളിയുണ്ട്, അല്ലാണ്ട് ഹ്രീംകാരത്തിൽ മാത്രമല്ലാണ്ട് ഹ്രീം കാളികായി അല്ലെങ്കിൽ ഹ്രീം കാളി എന്നൊക്കെ പറയുന്ന സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആൾക്കാർ ഭുവനേശ്വരി എഴുതുമ്പോൾ അന്നപൂർണേശ്വരിയായിട്ട് കാണുന്ന, വേറെ ലക്ഷ്മീ ഭാവത്തിലൊക്കെ കാണുന്ന രീതിയിൽ അങ്ങനെ മാത്രമാണെന്ന് ഇല്ല. അതുകൊണ്ട് ദശമഹാവിദ്യകളും കാളി തന്നെയാണ്. അത് കാളി സഹസ്രമൊക്കെ വായിച്ചാൽ അറിയാൻ പറ്റും. ഷോഡശിയാകുന്നതും കാളി തന്നെ എന്നൊക്കെ തന്നെയാണ് അതിലൊക്കെ പറയുന്നത്. ഭുവനേശ്വരിയും സരസ്വതിയൊക്കെ കാളി തന്നെയാണ്. അതെ.